നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലും മൂന്ന് തരം ആളുകളുണ്ട്. ഒന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബ മുഅ്മിനീങ്ങൾ, മറ്റൊന്ന് അവിശ്വാസികൾ മുശ്രിക്കീങ്ങൾ, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള അവിശ്വാസികൾ, മൂന്നാമത്തത് മുനാഫിഖീങ്ങൾ. ഇവര് മൂന്ന് വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖീങ്ങൾ നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗം മുനാഫിഖീങ്ങൾക്കാണ്. ഏത് മുനാഫിഖ്? റസൂലുള്ളാഹിന്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന മുനാഫിഖ്, റസൂലുള്ളാഹിന്റെ കൂടെ ജുമുഅയിൽ പങ്കെടുക്കുന്ന മുനാഫിഖ്, റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മുനാഫിഖ്, അവർക്കാണത്രേ അബൂജഹലിനേക്കാൾ വലിയ ശിക്ഷ അല്ലാഹു നൽകുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കുന്ന, റസൂലുള്ളാഹിന്റെ കൂടെ ജുമുഅയിൽ പങ്കെടുക്കുന്ന, റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധങ്ങളിൽ പോലും പങ്കെടുത്ത് അപകടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന മുനാഫിഖീങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ ശിക്ഷ വാങ്ങി വെക്കുന്നു. കാരണമെന്താണ്? മറ്റൊന്നുമല്ല, മഹാനായ റസൂലുള്ളാഹിനെ അവരെ ഉൾക്കൊള്ളുന്നില്ല, അഥവാ ആ ഐനുന്നൂറിനെ ഉൾക്കൊള്ളുന്നില്ല. റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ അവരംഗീകരിക്കുന്നില്ല. അവര് റസൂലുള്ളാഹിനെ ഒരു സാധാരണ മനുഷ്യനായി കാണുകയാണ്. സ്വഹാബത്ത് വിശ്വസിക്കുന്ന റസൂലുള്ളാഹിനെ അവർ വിശ്വസിച്ചിട്ടില്ല. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. സ്വഹാബത്ത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിനെ വിശ്വസിക്കണമെന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ ചോദിക്കുന്നു, അനുമിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കണോ? സ്വഹാബത്ത് ചെയ്യുന്ന പലതും വിഡ്ഢിത്തമാണെന്ന് അവർ പറയുന്നു. സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഒരു മെസ്സേജറാണ് എന്നത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മെസ്സേജറല്ല, സാധാരണ മനുഷ്യനല്ല. മഹാനായ റസൂലുള്ളാഹ് അല്ലാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ആളാണ്. റസൂലുള്ളാഹിന്റെ വിയർപ്പിന് മഹത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്കിന് മഹത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ കുപ്പായത്തിന് മഹത്വമുണ്ട്. റസൂലുള്ള വുളൂ ചെയ്യാൻ പോകുമ്പോൾ സ്വഹാബത്ത് തുക്കും തിരക്കും കൂടി റസൂലുള്ളാഹിന്റെ പിന്നാലെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വെള്ളം ശരീരത്തിലൊന്ന് തൊടിക്കാൻ അവര് യുദ്ധത്തിന്റെ പ്രതീതി അവിടെ അനുഭവപ്പെടാറുണ്ട് എന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുമ്പോൾ, റസൂലുള്ളാഹിനെ എല്ലാ തരത്തിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സ്വഹാബ, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയ സ്വഹാബ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും റസൂലുള്ളാഹിനെ പാടിപ്പുകഴ്ത്തുന്ന സ്വഹാബ, വിശുദ്ധ ഖുർആനിന്റെ ജീവിച്ചിരിക്കുന്ന തഫ്സീറായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെ വിശദീകരിക്കുന്നത്, ആ റസൂലുള്ളാഹിനെ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, മറ്റ് സ്വഹാബികളുടെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിന്റെ മൗലിദുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വഹാബ ആമിനൂ കമാ ആമനന്നാസ്, ഈ സ്വഹാബത്ത് വിശ്വസിക്കും പോലെ നിങ്ങൾ വിശ്വസിക്കണമെന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവര് ചോദിക്കുന്നു, അനുമിനു കമാ ആമന സുഫഹാ, ഈ പോയത്തക്കാരെ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കണോ? അവര് റസൂലുള്ളാഹിനെ അല്ലാഹുവിന്റെ ഒരു മെസ്സേജറാണ് എന്നതിനപ്പുറത്ത് പ്രത്യേകമായ ബഹുമാനങ്ങളോ ആദരവുകളോ സ്ഥാനങ്ങളോ നൽകുന്നില്ല.